സ്വല്ലല്ലാഹു വസ്സലാം മുതൽ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ ലോകത്ത് കഴിഞ്ഞു കടന്നിട്ടുള്ള മുഴുവൻ അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹീങ്ങളും എല്ലാവരും പഠിപ്പിച്ച ആശയം തൗഹീദ്. അത് ഒന്നേ ഒന്ന് മാത്രമാണ്. നമ്മളെല്ലാവരും അറിയുന്നതും പറയുന്നതും ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നതും നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ വിശ്വാസങ്ങളിലും നിശ്വാസങ്ങളിലും നമ്മൾ ഉച്ചസ്ഥരം വിളിച്ചു പറയുന്നതും ആ തൗഹീദാണെന്ന കാര്യത്തിൽ നമുക്ക് തർക്കമില്ല. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിച്ച ഗ്രന്ഥം വിശുദ്ധ ഖുർആനാണ്. മറ്റു അമ്പിയാക്കൾക്ക് ലഭിച്ച ഗ്രന്ഥങ്ങളിൽ ഇഞ്ചീലുണ്ട്, സബൂറുണ്ട്, തൗറാത്തുണ്ടെങ്കിലും ഗ്രന്ഥങ്ങൾ മാറി വന്നിട്ടുണ്ടെങ്കിലും ഏടുകൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിലും അമ്പിയാക്കൾ 1,24,000 വന്നിട്ടുണ്ടെങ്കിലും ലോകത്ത് മനുഷ്യന്റെ ഉൽപ്പത്തി മുതൽ ഈ കാലമെത്രയും ഇസ്ലാം പഠിപ്പിച്ച തൗഹീദ് ഒന്നേ ഒന്ന് മാത്രമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ദാലികുമുല്ലാഹു റബ്ബുക്കും ലാ ഇലാഹ ഇല്ലാ ഹുവ ഖാലിഖു കുല്ലി ഷൈഇ ഫഅ്ബുദൂ. നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്ന റബ്ബ്, ആ റബ്ബ് ഒന്നേ ഒന്ന് മാത്രമാണ്. ആ റബ്ബിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്, അല്ലാത്ത ഒരാളെയും ആരാധിക്കാൻ പാടില്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ വ്യത്യസ്തമായ അമ്പിയാക്കൾ വന്നിട്ടും വ്യത്യസ്തമായ ഗ്രന്ഥങ്ങൾ വന്നിട്ടും വ്യത്യസ്തമായ ആചാരങ്ങൾ വന്നിട്ടും വ്യത്യസ്തമായ ശറഅകൾ വന്നിട്ടും ലോകത്ത് അചഞ്ചലമായി നിൽക്കുന്ന മുദ്രാവാക്യം അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, അമ്പിയാക്കൾ മാറി വന്നേക്കാം, ഗ്രന്ഥങ്ങൾ മാറി വന്നേക്കാം, ഔലിയാക്കൾക്ക് മാറ്റം വന്നേക്കാം, പ്രഭാഷണങ്ങൾക്ക് മാറ്റം വന്നേക്കാം, മാറാതെ ചാഞ്ചാട്ടമില്ലാതെ അചഞ്ചലമായി നിൽക്കുന്ന പ്രഖ്യാപനം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ലെന്ന പ്രഖ്യാപനമാണ്. ആ പ്രഖ്യാപനത്തിന് മാറ്റമില്ല, ആ പ്രഖ്യാപനം മാറ്റത്തിന് വിധേയമല്ല. അതുകൊണ്ടാണ് ഒരു മനുഷ്യന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ, അവന്റെ ജനനം മുതൽ മരണം വരെ, അവന്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങളിലൊക്കെയും അവൻ പറയേണ്ട വചനമേതാണ്? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ കൃത്യമായി തന്നെ പറയുന്നു, നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ തുടങ്ങിക്കൊടുക്കേണ്ട വചനം ലാ ഇലാഹ ഇല്ലല്ലാഹ് വലഖിനൂഹും ഇൻദൽ മൗതി ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരണത്തോടടുക്കുന്ന സമയത്തും മരണം ആഗ്രഹിക്കുന്ന സമയത്തും മരണപ്പെട്ട് കിടക്കുന്നവരുടെ അടുത്തും നിങ്ങൾ പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നിങ്ങൾ ഇപ്പോ തന്നെ അങ്ങോട്ട് നോക്കരുത്, എല്ലാരും ഇപ്പൊ എന്നെ ശ്രദ്ധിക്കും. ഏത് കാലം മുതൽ ഈ കാലം വരെയും നമ്മുടെ ഇമാമുമാർ പഠിപ്പിച്ച ഗ്രന്ഥം, പഠിപ്പിച്ചിരിക്കുന്ന ആശയവും മുദ്രാവാക്യവും അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ സംബന്ധിച്ചാണ് നമ്മൾ തൗഹീദ് എന്ന് പറയുന്നത്. ഒരു കാര്യം നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ക്ലിപ്പ് കാണുന്ന സമയത്ത് അത് എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ ഞാൻ പറയുന്ന വിഷയം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം പുതിയ പുതിയ പ്രശ്നങ്ങൾ അത് നമ്മൾ ഉൾക്കൊണ്ടാൽ മാത്രമേ അതിന്റെ ഗൗരവം നമുക്ക് അറിയുള്ളൂ. നിങ്ങൾ നേരത്തെ തന്നെ ക്ലിപ്പിലേക്ക് നോക്കിയിരുന്നാൽ ഞാൻ പറയുന്ന വിഷയം നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പൊ ക്ലിപ്പിൽ പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക, അപ്പോഴേ നമുക്കിത് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഈ വിഷയം ഒരാളെ തല്ലുകൂടുന്നത് നമുക്ക് കണ്ട് ചിരിക്കണമെങ്കിൽ അത് ശരിക്കും നമുക്ക് അറിയേണ്ട എന്തിനാ തല്ലുകൂടുന്നതെന്ന്. നമ്മളിപ്പോ ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരുമിച്ച് കൂടിയത്. എന്തിന്? നമ്മളെ രണ്ടാക്കിയവർ ഈ സമൂഹത്തിൽ ലോകത്തിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ ഈ കാലമത്രയും നമ്മുടെ നാടുകളിൽ, നമ്മുടെ വീടുകളിൽ ആചരിച്ചിരുന്ന ആചാരങ്ങളെല്ലാം തെറ്റാണെന്ന് പറയുകയും
നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ കാത്തു സൂക്ഷിച്ചിരുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ചിഹ്നങ്ങളെ, മൗലൂദുകളെ, റാത്തീബുകളെ, മാലകളെ, മറ്റ് ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ അതെല്ലാം ബിദ്അത്താണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയും നമ്മുടെ മഹല്ലുകളിൽ ഭിന്നിപ്പുണ്ടാക്കുകയും ചെയ്തിട്ടുള്ള ഒരു വിഭാഗമാണ് ഇന്ന് ഇപ്പോൾ പിളർന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, 1921 വരെ നമ്മുടെ നാടിൽ ഒരു കുഴപ്പമില്ല. കാസർഗോഡ് ജുമുഅക്ക് ഒറ്റ ജുമുഅ നടന്നിരുന്നത്. കാസർഗോഡ് പെരുന്നാളിന്റെ ദിവസം മലയാളത്തിൽ ഖുതുബയുള്ള ജുമുഅ ഉണ്ടായിരുന്നില്ല. നമ്മുടെ മൊഗ്രാലിൽ ഈ അടുത്ത് വന്നൊരു മൗലവി പ്രസംഗിച്ചു, മാലിക് ഇബ്നു ദീനാർ തങ്ങളെ ആക്ഷേപിച്ചു. ഉള്ളാളത്ത് വന്നിട്ട് സലഫി പ്രഭാഷകന്മാർ പ്രസംഗിക്കുന്നു, ഉള്ളാളത്ത് തങ്ങളടുത്ത് പോകാൻ പാടില്ല. ഇത് കേട്ടപ്പോൾ ഇതുവരെയും വിശ്വസിച്ചിരുന്ന മുസ്ലിം സമൂഹം അത്ഭുതപ്പെട്ടു. നിങ്ങൾ മനസ്സിലാക്കണം, 1956 വരെ ലോകത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ ഒരു സ്ഥലത്ത് പോലും മലയാളത്തിൽ ഖുതുബ നിർവഹിക്കുന്ന പള്ളി ഉണ്ടായിരുന്നില്ല. എവിടെയാണ് ആദ്യമായി മലയാളത്തിൽ ഖുതുബ നിർവഹിച്ചത്? എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരിയിലാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ സ്വഹാബത്ത് കേരളത്തിലേക്ക് വന്നിട്ടുണ്ട്. ഈ സ്വഹാബത്ത് വന്നത് മുതൽ 1950 വരെ കേരളത്തിലെ ഒരു പള്ളിയിലും പെണ്ണുങ്ങൾ പോയിട്ടില്ല. ഒരു പള്ളിയിലും പെണ്ണുങ്ങൾ പോയിട്ടില്ലെന്ന് മാത്രമല്ല, അവർ പോകാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതിന് അന്നത്തെ സ്വഹാബത്ത് അനുവദിച്ചിരുന്നില്ല. ആ സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്യ്. അനുവദിച്ചിരുന്നില്ല. ഈ സ്ഥലത്തേക്കാണ് വഹാബി മൗലവിമാർ കടന്നു വന്നത്. 1921 കടന്നു വന്നിട്ട് കാസർഗോഡ് മാലിക് ഇബ്നു ദീനാറിനെ കണ്ടിരുന്ന സമൂഹത്തിന് മുന്നിൽ, മമ്പുറം തങ്ങളെ കണ്ട് ജീവിച്ചിരുന്ന സമൂഹത്തിന് മുമ്പിൽ, റാഫി ഇബ്നു ഹബീബ് മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിനെ കണ്ട് മുസ്ലിമായ സമൂഹത്തിന് മുമ്പിൽ അവർ വന്നിട്ട് പറയുന്നു, നിങ്ങൾ മദീനത്തേക്ക് പോകാൻ പാടില്ല, നിങ്ങൾ മഖ്ബറയിലേക്ക് ഔലിയാഇന്റെ അടുക്കലേക്ക് പോകാൻ പാടില്ല. അങ്ങനെ പോയാൽ നിങ്ങൾ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താ. അതുവരെ വിശ്വസിച്ചിരുന്ന ആളുകളോട് പറയുന്നു, കാണുമ്പോ നല്ല ചന്തമുള്ള മനുഷ്യൻ നമ്മുടെ നാട്ടിലുണ്ടാവും, നല്ല വയസ്സുള്ള വൃദ്ധനായ ഒരാൾ, അയാളെ മുഖത്ത് നെറ്റിത്തയമ്പുണ്ടാകും, എപ്പോഴും നിസ്കരിക്കുന്ന നോമ്പെടുക്കുന്ന നല്ല മനുഷ്യനായിരിക്കും, വട്ടത്തിലുള്ള താടിയുണ്ടാകും, അയാൾ ഇതുവരെയും ഒരു ഹറാമ് പോലും ചെയ്തിട്ടില്ല, ഒരു കറാഹത്ത് പോലും ചിന്തിച്ചിട്ടില്ല, ഒരു തെറ്റിന് പോലും കൂട്ടുനിന്നിട്ടില്ല. അയാൾ പറയുന്നു, അയാളോട് വന്നിട്ട് വഹാബി മൗലവിമാര് വന്നിട്ട് പറയുന്നു, അല്ലയോ കാക്ക, നിങ്ങളെ തൗഹീദ് ശരിയായില്ല. കാരണം നിങ്ങൾ മാലിക് ഇബ്നു ദീനാറിലേക്ക് പോകുന്നുണ്ട്, നിങ്ങൾ ഉള്ളാളത്തേക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാമെന്ന് പുറത്താണ്. ആര്? 5 വക്ത് നിസ്കരിക്കുന്ന, അതോടൊപ്പം തന്നെ നോമ്പനുഷ്ഠിക്കുന്ന, അതോടൊപ്പം തന്നെ ദിക്ർ ചൊല്ലുന്ന, ഖുതുബിയ്യത്ത് നടത്തുന്ന ആ മഹാനായ മനുഷ്യൻ ദീനുൽ ഇസ്ലാമെന്ന് പുറത്ത്. എന്താ കാരണം? തൗഹീദ് മനസ്സിലായിട്ടില്ല. അങ്ങനെയാണ് വഹാബികൾ കേരളത്തിലേക്ക് കടന്നു വന്നു. അവര് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്ന അല്ലാഹൊന്നുമല്ല അല്ലാഹ്. അവര് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്ന, നിങ്ങൾ ആ ദൂരെ നിൽക്കുന്ന ആളുകളൊന്ന് അടുത്തിരുന്നാല് അതൊക്കെ ഒരു ഡിസോർഡർ ആയ മാതിരി ഇങ്ങനെ തോന്നുന്നുണ്ട്. അപ്പോ കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾ, ആ ബാക്കിലിരിക്കുന്ന ആളുകൾ, വേറെ പോകാനൊന്നും ഉദ്ദേശമില്ലാത്ത ആളുകൾ, നമ്മൾ പിന്നെ ചെറിയ ചെറിയ ആളുകളായതുകൊണ്ട് 5 ആളെ കിട്ടിയാലും ദീനീ ദഅവത്ത് നടത്തണം എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇരിക്കാൻ താല്പര്യം, കേൾക്കാൻ, അത് പൂർണ്ണമായിട്ട് ഇവിടെ കേൾക്കണം. വേറെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പാടില്ല, പറയുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ആ ദൂരെ നിൽക്കുന്ന ആളുകളൊക്കെ, ചെറുപ്പക്കാര്, താല്പര്യമുള്ള ആൾക്ക് മുമ്പിലിരിക്കാൻ. നല്ല സദസ്സാണ്. പിന്നെ ശൈഖുന പോകുമ്പോൾ ഉസ്താദിനെ അനുഗമിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ടാണ് ചില ആളുകൾ പോയത്. അപ്പൊ തിരക്കില്ലാത്ത ആളുകളൊക്കെ നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഇരുന്നിട്ട് കേൾക്കുക. അന്നെല്ലാവരും ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് ഇരുന്ന് ഈ കസേരൊക്കെ ഒന്ന് ഫില്ല് ചെയ്താൽ മതി. ഈ കസേരൊക്കെ ഒന്ന് ഫില്ല് ചെയ്തോളൂ. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ.
പിന്നെ ഇപ്പൊ എന്താണെന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്? അപ്പൊ നമ്മള് ആദ്യമായിട്ട് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്, ശരിക്കും ശ്രദ്ധിക്കാം, നമ്മൾ ഒരുപാട് കാലം അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. നമ്മക്ക് അള്ളാഹിനെ കുറിച്ച് ആരും പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല. നമ്മളെ മനസ്സിൽ അള്ളാഹു ഉണ്ട്. കാരണം എന്താ? നമ്മൾ ദിക്ർ ഹൽക്ക സംഘടിപ്പിക്കുന്ന ആളുകളാണ്, നമ്മൾ സ്വലാത്തിന്റെ മജ്ലിസ് സംഘടിപ്പിക്കുന്ന ആളുകളാണ്. പണ്ട് മുതലേ അറിയാം അല്ലാഹ് അല്ലാഹ്. ഞാൻ വിശദമായിട്ടൊന്നും കിടക്കുന്നില്ല. എന്നാൽ നമ്മളോട് വന്നിട്ട് ഒരാൾ പറയാം, അല്ല മൗല്യാരെ, നിങ്ങൾ ഇതുവരെ വിശ്വസിച്ച അള്ളാന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, അത് നിങ്ങൾ വിചാരിക്കുന്ന പോലുള്ള അള്ള അല്ല, അത് പുതിയൊരു അള്ളയാണ്. നമ്മളെ ഉപ്പാനെ കുറിച്ച് നമ്മൾ ജീവിച്ച് കണ്ടു വളർന്ന നമ്മുടെ ഉപ്പ, ആ ഉപ്പാനെ പറ്റി പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. നമ്മളെ ഉള്ളിലുള്ള ആളാണ്. 1921 ഈജിപ്തിലേക്ക് ഇവിടുന്ന് കുറച്ച് മൗലവിമാര് പ്ലെയിന് കയറിയിട്ട് അവര് പുതിയ കുറച്ച് അറബിയൊക്കെ പഠിച്ചിട്ട് നാട്ടിലേക്ക് വന്നപ്പോ അവര് വന്നിട്ട് പറയുന്നു, നിങ്ങളെ അള്ള ശരിയുള്ള അള്ളയല്ല. പിന്നെ എങ്ങനത്തെ അള്ളയാണ്? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ വളരെ ഗൗരവത്തോടെ ആലോചിക്കണം. മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന അല്ലാഹുവിനെ സംബന്ധിച്ച് റസൂലുള്ളാഹിന്റെ അരികിലേക്ക് വന്നിട്ട് ഒരു സംഘം ആളുകൾ ചോദിക്കുന്നു, നബിയേ, സിഫ്ലനാ റബ്ബക അമിൻ ദബർജദിൻ ഔ യാഖൂത്തിൻ ഔ ദഹബിൻ ഔ ഫില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബായ നബിയേ, അല്ലാഹുവിൽ വിശ്വസിക്കണമെന്നല്ലേ അവിടുന്ന് പറയുന്നത്? നിങ്ങൾ പരിചയപ്പെടുത്തുന്ന റബ്ബ് വെള്ളിയുടെ റബ്ബാണോ, സ്വർണത്തിന്റെ റബ്ബാണോ? നബിതങ്ങളോടാണ് ചോദ്യം. അപ്പൊ നബിതങ്ങൾ പറയുന്നു, ഓ മനുഷ്യ, ഇന്ന റബ്ബി ലൈസ മിൻ ശൈഇ, എന്റെ റബ്ബ് സ്വർണമല്ല, എന്റെ റബ്ബ് വെള്ളിയല്ല, എന്റെ റബ്ബ് യാഖൂത്തല്ല, എന്റെ റബ്ബ് മറ്റൊരു വസ്തുവുമല്ല. പിന്നെയും ചോദിച്ചു, പിന്നെ എങ്ങനത്തെ റബ്ബാണ്? അപ്പോഴും ആ മഹാന്മാരായ സ്വഹാബത്തിനെ സാക്ഷി നിർത്തിയിട്ട് നബിതങ്ങൾ പറയുന്നു, എന്റെ റബ്ബ് ഖുൽ ഹുവല്ലാഹു അഹദ്, ഏകനായ റബ്ബാണ്, പ്രസവിക്കാത്ത റബ്ബാണ്, പ്രസവിക്കപ്പെടാത്ത റബ്ബാണ്. അപ്പോഴും പിന്നെയും ചോദ്യം വന്നപ്പോ നബിതങ്ങൾ അവസാനം പറഞ്ഞു, നിങ്ങൾ എന്ത് തന്നെ സൂചന നൽകിയാലോ, നിങ്ങൾ എന്ത് തന്നെ ചോദ്യങ്ങൾ ഉന്നയിച്ചാലോ, വെള്ളിയാണോ എന്ന് ചോദിച്ചാലോ, സ്വർണമാണോ എന്ന് ചോദിച്ചാലോ, യാഖൂത്താണോ എന്ന് ചോദിച്ചാലോ, ഡയമണ്ട് ആണോ എന്ന് ചോദിച്ചാലോ, എന്റെ കയ്യിലുള്ള മറുപടി ഈ കുല്ലൈ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓതിക്കൊടുക്കുന്നു, വലം യകുല്ലഹു കുഫുവൻ അഹദ്, അവനുമായി ഒരാൾക്കും സാമ്യതയില്ല. കൈയില്ലാത്ത റബ്ബാണ്, കാലില്ലാത്ത റബ്ബാണ്, എന്താണ് റബ്ബെന്ന് പറയാൻ അറിയാത്ത റബ്ബാണ്. മനുഷ്യന്റേത് പോലെയുള്ള ഒന്നുമില്ലാത്ത ആ റബ്ബിനെയാണ് മുഅ്മിനീങ്ങൾ വിശ്വസിച്ചത്, മുഅ്മിനീങ്ങൾ പറഞ്ഞത്, മുഅ്മിനീങ്ങൾ ആരാധിച്ചത്. അപ്പൊ നമ്മളെ മൗലവിമാര് വന്നിട്ട് പറഞ്ഞു, അല്ലയോ മുസ്ലിമീങ്ങളെ, നിങ്ങൾ പറയുന്ന റബ്ബ് റബ്ബല്ല, റബ്ബിന് കൈയുണ്ട്, റബ്ബിന് കാലുണ്ട്, റബ്ബിന് ഉടലുണ്ട്, റബ്ബിന് വേണ്ടതൊക്കെയുമുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു, അങ്ങനെ പറയണോ? ഇങ്ങനെ റബ്ബിനെ പറ്റി പറയാൻ പറ്റുമോ? അത് ഞങ്ങളെ റബ്ബല്ല, അത് മുജാഹിദിന്റെ റബ്ബാണ് എന്ന് പറഞ്ഞപ്പോൾ, പ്രിയമുള്ളവരെ, മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഇപ്പോൾ KNMന്റെ പുറത്തുള്ള മൗലവി നമ്മളാ പറഞ്ഞതിനെ കളിയാക്കിയിട്ട് അദ്ദേഹം റബ്ബിനെ കുറിച്ച് നടത്തുന്ന പരാമർശം ഒന്ന് കേട്ടോളൂ നിങ്ങൾ. സമസ്തക്കാരുടെ അല്ല എന്താ? മുജാഹിദുകളുടെ അല്ല അങ്ങനെ. നിങ്ങളെ വാദപ്രകാരം നിങ്ങളെ അല്ലയോ? കൈയുണ്ടോ? ഇല്ല. കാലുണ്ടോ? ഇല്ല. തലുണ്ടോ? ഇല്ല. ഉടലുണ്ടോ? ഇല്ല. ചന്തിയുണ്ടോ? ഇല്ല. വേറെന്തെങ്കിലുണ്ടോ? ഇല്ല. പിന്നെ എന്തൊരല്ല ഞങ്ങളല്ല? അല്ലാഹ് സുബ്ഹാനല്ലാഹ്. വേറെന്തെങ്കിലും ഉണ്ടോ? മൂപ്പര് പറയാത്ത ഭാഗ്യം. സാധാരണ മൂപ്പരെല്ലാം പറയുന്ന ആളാണ്.
വേറെന്തെങ്കിലും എന്നുണ്ടോ എന്ന് മൂപ്പർ ഉദ്ദേശിക്കുന്നത് വേറെ പലതുമാണ്. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? മുജാഹിദിന്റെ റബ്ബ് ഇതൊക്കെയുള്ള റബ്ബാണ്. പക്ഷേ അത് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന റബ്ബല്ല. പറഞ്ഞതാരാ? സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? മുജാഹിദിന്റെ റബ്ബിന് ചന്തിയുണ്ടാകും, കൈയുണ്ടാകും, കാലുണ്ടാവും, വേറെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഉണ്ടാവും. നിങ്ങളെ റബ്ബുമായിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം. എന്നിട്ട് ഓര് പറയാ നമ്മൾ വിശ്വസിക്കുന്ന പോലെയല്ല അള്ളാഹ്. പിന്നെ ആര് വിശ്വസിക്കുന്ന പോലെ? ഇവര് വിശ്വസിക്കുന്നത് പോലെ. അതും പോട്ടെ, അത് നമ്മൾ സമ്മതിച്ചു, ആയിക്കോട്ടെ, നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചോളൂ. പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോ റബ്ബിനെ പറ്റി പണ്ടൊക്കെ ഇവര് പറഞ്ഞിരുന്നത് എന്താ? ഔലിയാക്കന്മാരൊന്നുമില്ല, തങ്ങന്മാരൊന്നുമില്ല എന്നാ പറഞ്ഞു. ഇപ്പോഴോ പറഞ്ഞിട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ആദരിക്കുകയും ആരാധവനെ മാത്രമേ കൽപ്പിക്കുകയും ചെയ്യുന്നുള്ളൂ. അങ്ങനെയുള്ള റബ്ബിനെ പറ്റി ഇവര് പറഞ്ഞു എവിടെ എത്തിയെന്നറിയോ? ഇവര് പറയാറുണ്ട് മലയാളത്തിൽ ഖുതുബ നടന്ന പറയും. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, അല്ല നിങ്ങളെന്താ ബാങ്ക് മലയാളത്തിലാക്കാത്തത്? മലയാളത്തിൽ ഖുതുബ പോകുന്ന ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയല്ലേ? അപ്പൊ എന്താ ബാങ്ക് മലയാളത്തിലാക്കാത്തത്, നിസ്കാരം മലയാളത്തിലാക്കാത്തത് ചോദിക്കുമല്ലോ. അപ്പൊ ഇയാൾ പറഞ്ഞ മറുപടി എന്താ? ഖുതുബ എന്നുള്ളത് അത് ജനങ്ങൾക്കുള്ളതാണ്, നിസ്കാരോ അത് അള്ളാഹ്ക്കുള്ളതാണ്. അള്ളാഹ് മലയാളി അല്ലല്ലോ, അള്ളാഹ്ക്ക് മലയാളത്തിൽ പറഞ്ഞാൽ തിരിയൂലല്ലോ. അതും കൂടെ കേട്ടോളൂ. ജനങ്ങൾക്ക് മതം പഠിപ്പിക്കാനാണ് ഖുതുബ. അപ്പൊ ചില ചോദ്യം എന്താ? ബാങ്ക് മലയാളത്തിലായിക്കൂടെ, നിസ്കാരം മലയാളത്തിലായിക്കൂടെ? അതിനെപ്പറ്റി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലാക്കുന്നില്ല? അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട്. അള്ളാഹു മലയാളിയാണ്. അള്ളാഹിന്റെ മുമ്പിലാണ് നിസ്കരിക്കുന്നത്. നിസ്കരിക്കുന്നവരുടെ തഖ്വയും സൂക്ഷ്മതയും അറിയേണ്ടത് ആരാ? അള്ളാഹുവാണ്. ആ അള്ളാഹു അറബി അറിയാം, അതുകൊണ്ട് നിസ്കാരം പരിഭാഷപ്പെടുത്തേണ്ടതില്ല. നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലാക്കുന്നില്ല? അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്ക് മതം. അപ്പൊ ഉസ്താദ് ഇപ്പോഴൊന്ന് മലയാളത്തിൽ ദുആ ചെയ്തു. ഇപ്പൊ എന്താ ചെയ്യാ? മുജാഹിദുകളാണെങ്കിൽ ഒരു ട്രാൻസ്ലേറ്റർ വെക്കേണ്ടി വരും. പഠിച്ചോൻ ഓരോ നാട്ടിലും ഓരോ ട്രാൻസ്ലേറ്റർ റബ്ബിന് പരിഭാഷപ്പെടുത്താൻ. അള്ളാഹുവിനെ കുറിച്ച് മലയാളിയെന്നും അറബിയെന്നും. അല്ല അറബിയാണോ? അഹ്ലുസുന്നയുടെ റബ്ബ് എല്ലാം അറിയുന്ന റബ്ബാണ്, അല്ലാമുൽ ഗുയൂബാണ്. തർക്കമില്ലാത്ത വിഷയമാണ്. റബ്ബിനെ പറ്റി തർക്കമില്ല. അറബി എന്നല്ല, ഫ്രഞ്ച് എന്നല്ല, റഷ്യൻ എന്നല്ല, ലോകത്ത് ഏത് ഭാഷയിൽ പറഞ്ഞാലും വല്ലേ നിലത്തിന്നു എന്നെ വിളിപ്പോർക്ക് വായ്കൂട ഉത്തീരം ചെയ്യും ഞാനെന്നോവർ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടെ പോലെയുള്ള ഔലിയാക്കന്മാർക്ക് പോലും ഭാഷ പഠിപ്പിച്ചു കൊടുക്കുന്ന റബ്ബാണ്. ആ റബ്ബിനെ പറ്റിയാണ് ഈ മൗലവിമാര് പറയുന്നത്. അല്ലാഹുവിന് മലയാളം അറിയൂല. അപ്പോഴും നമ്മൾ സഹിച്ചു. കാരണം പറഞ്ഞു കുറച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ മനസ്സിലായിക്കോളും. പിന്നെ അവസാനം പറഞ്ഞു എവിടെ എത്തിയെന്നറിയോ? ഇപ്പോഴൊക്കെ മുജാഹിദിന്റെ സദസ്സിൽ മുജാഹിദിനോട് ചോദിച്ചാൽ പറയും സ്ത്രീധനം വാങ്ങൽ ഹറാമാണ്. സുന്നികളോട് ചോദിച്ചാലോ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറയും സ്ത്രീധനം ഹറാമാന്ന് പറയാൻ വകുപ്പില്ല, ഖുർആനിൽ അങ്ങനെയല്ല. ഇപ്പൊ സ്ത്രീധനം വാങ്ങാൻ പറ്റുമോ? ഒരു അമ്മോശനാക്ക, ഒരു കാക്ക ഭാര്യന്റെ ഉപ്പ പൊരുത്തപ്പെട്ട് തന്നാൽ വാങ്ങുന്നത് ഹറാമാണെന്ന് പറയാൻ വകുപ്പില്ല. ഓരെ വേദനിപ്പിച്ചിട്ട് വാങ്ങാനും പറ്റൂല, തെറ്റാണ്, അതിലൊന്നും ഒരു സംശയമില്ല. പക്ഷെ സ്ത്രീധനം ഹറാമാണെന്ന് ഫത്വ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഈ പറയുന്ന മൗലവിമാര് അത് ഹറാമാന്നാ പറയാം. ഇപ്പൊ സ്വാഭാവികമായിട്ട് ചോദിക്കോലോ, എന്തിനും ഖുർആൻ ചോദിക്കുന്ന ആൾക്കാരല്ലേ ഇവര്. അപ്പൊ ഏതോ ഒരു മുജാഹിദിന്റെ പ്രവർത്തകൻ ചോദിച്ചു, അല്ല മൗലവി, ഈ സ്ത്രീധനം ഹറാമാണെന്ന് പറയുന്നുണ്ടല്ലോ, ഓനൽപ്പോ സ്ത്രീധനം വാങ്ങാൻ പൂതിയുണ്ടാവും, മുജാഹിദായിപ്പോയി കുടുങ്ങിയിട്ടുണ്ടാവും. ഓൻ ചോദിച്ചു, അല്ല സ്ത്രീധനം വാങ്ങൽ ഹറാമെന്ന് ഖുർആനിലുണ്ടോ? അപ്പൊ ഇയാൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയാം? അതെങ്ങനെയാ ഖുർആനിലുണ്ടാവുക? പടച്ചോൻ അറിയില്ലല്ലോ ഇങ്ങനൊരു മുസീബത്ത് പിന്നെ വരാനുണ്ട്, പിന്നെ ആർക്കാ അറിയാം? അതും കൂടെ കേട്ടോളൂ. ഇങ്ങനെ ഇയാൾ പറഞ്ഞു കൂട്ടിയ ഒരു പ്രസംഗം ഒന്ന് ഇയാൾ അത് അദ്ദേഹം പറയുന്നുണ്ട്, ഈ സ്ത്രീധനം ഹറാമാണെന്ന് ഖുർആനിലുണ്ടോ, സ്ത്രീധനം ഹറാമാണെന്ന് ഹദീസിലുണ്ടോ എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട്. ഖുർആനിൽ ഉണ്ടാവില്ല കൂട്ടരെ, ഇങ്ങനെ ഒരു മുസീബത്ത് വരാണ്ട് അള്ളാഹ്ക്കൊക്കെ നേരത്തെ അറിയുന്നു പറയുന്നുണ്ട്. അങ്ങനെ ചോദിക്കുന്നൊരു പ്രസംഗം ഉണ്ട് അദ്ദേഹത്തിന്റെ. അപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ന്യായീകരണങ്ങൾ വരുന്നത്. സ്ത്രീധനം ഹറാമാണെന്ന് ഖുർആനിലുണ്ടോ, സ്ത്രീധനം ഹറാമാണെന്ന് ഹദീസിലുണ്ടോ എന്നാണ്. ഹറാമാണെന്ന് ഖുർആനിന്റെ ഹദീസിലുണ്ട്. എങ്ങനെ
ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാവും അള്ളാഹ് നേരത്തെ അറിയില്ലല്ലോ. അള്ളാഹുവിന്റെ പൊതുതത്വം പറഞ്ഞു, അന്യന്റെ തൊട്ട് അന്യായമായി തിന്നരുത്, നിങ്ങൾ നിങ്ങളെ തൊട്ട് അന്യായമായി തിന്നരുത്. ഏതൊക്കെയാണ് ന്യായം അത് പഠിപ്പിച്ചു, അതിലൊന്നും വരുന്നില്ല. അപ്പൊ അന്യായം നടപ്പല്ലേ? അന്യായമായി തൊട്ടുന്നത് ഹറാമാണ്. സംശയം നമുക്ക് ഇല്ല, അതിൽപ്പെട്ട സ്ത്രീധനം. അങ്ങനെ ഇത് അള്ളാന്റെ അതെ, ഈ പറയുന്നത് മടവൂർ വിഭാഗത്തിന്റെ നേതാവ്. ഇവര് പറഞ്ഞത് വേറെ ഒരുപാട് നമുക്ക് പറയാനുണ്ട്. ഇപ്പൊ ഇവര് തമ്മിൽ അടിയുണ്ടായപ്പോ ഇയാളെടുത്ത ക്ലിപ്പാണ് സക്കരിയ സുല എന്താ പറയുന്നത്, സ്ത്രീധനം ഹറാമാണെന്ന് അള്ളാഹ് നേരത്തെ പറയാത്ത അള്ളാഹ്ക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ടാവോ? നമ്മുടെ റബ്ബിനെ കുറിച്ച് അങ്ങനെ ഒരു വിശ്വാസമില്ല. ഞാൻ അതിന്റെ ക്ലിപ്പുകൾ വിശാലമായി കാണിക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കാത്തത് കൊണ്ട് ഇനിയും ഒരുപാട് റബ്ബിനെ കുറിച്ച് പറഞ്ഞ ഭാഗങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഒരു അള്ളാനെ പെടക്കാക്കിയിട്ടാണ് അവർ തുടങ്ങിയത്. അവസാനം എവിടെത്തി? സയ്യിദുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ സാധാരണക്കാരനല്ല എന്ന് പണ്ടേ അവർ പറയാറുണ്ട് അല്ലേ? നബിതങ്ങൾക്ക് അസാധാരണമായ കഴിവില്ല എന്നൊരു പണ്ടേ പറയാറുണ്ട്. ഇപ്പൊ പറഞ്ഞിട്ട് സലാം സുല്ലമി പറയുന്നത് കേട്ടോളൂ നിങ്ങൾ. എന്ത്? നബിതങ്ങൾക്ക് സാധാരണക്കാരന്റെ കഴിവ് പോലില്ല. ശരിക്കും ശ്രദ്ധിക്കണേ. എങ്ങനെ? ഒരു ദിവസം നബിതങ്ങൾ നിസ്കരിക്കാൻ നിന്നപ്പോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ ചെരുപ്പിന്റെ അടിയിൽ നജസ് ഉണ്ടായിരുന്നു. അത് നബിതങ്ങൾക്ക് കണ്ടില്ല. സ്വഹാബത്ത് പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലായി. അപ്പൊ ഇയാള് കണ്ടില്ലേ, ഞമ്മക്കൊക്കെ ആണെങ്കിൽ ചെരുപ്പിന്റെ അടിയിൽ നജസ് ഉണ്ടായാൽ അറിയോലോ. മുഹമ്മദ് നബിക്ക് അതുപോലും അറിഞ്ഞിട്ടില്ല. അപ്പൊ ഞമ്മളത്ര കഴിവ് പോലും മുഹമ്മദ് നബിക്കില്ല. മഅദല്ലാഹ്. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെറുതാക്കി കാണാൻ നമ്മൾ മൊഗരാൽ പുത്തൂരിന്റെ പ്രദേശങ്ങളിൽ കാസർഗോഡും കുമ്പളയിലും പ്രഭാഷണം കേൾക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ യൂട്യൂബിലേക്ക് ചർച്ച നടത്തുമ്പോ നിങ്ങൾ വിചാരിക്കും കുറെ നെറ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോ പ്രസംഗം കേൾക്കും. മനസ്സിൽ സംശയത്തിന്റെ ഒരംശം പോലും ഉണ്ടാകാൻ പാടില്ല. കേട്ടോളൂ നിങ്ങൾ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി പറയുന്നത്. നൂറുകണക്കിന് സംഭവത്തിരിക്കാതെ നമുക്ക് വേണമെങ്കിൽ സാധാരണ കഴിവുള്ളതിന് സാധാരണക്കാരന്റെ കഴിവില്ല എന്ന് വേണമെങ്കിൽ സമർത്ഥിക്കാൻ സാധിക്കും. മുഹമ്മദ് ഒരിക്കൽ നിസ്കരിക്കുക, ചെരുപ്പിട്ടാണ് നിസ്കരിക്കുന്നത്. നിസ്കാരം കുറെ ആയപ്പോൾ നബി ചെരുപ്പ് വാരി എറിഞ്ഞ് സഹാബത്തും ഊരി എറിഞ്ഞ്. നിസ്കാര ശേഷം എന്താണെന്ന് ചോദിച്ച് വ്യത്യാസം പറഞ്ഞ് എനിക്ക് പറഞ്ഞോ വഹി ഇറക്കി ആ ചെരുപ്പിന് ചുവട്ടില നജസ് ഉണ്ട് എന്നുള്ളത്. നജസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ എറിഞ്ഞതാണ്. എന്തിനെങ്കിലും എറിഞ്ഞതെന്ന് ചോദിച്ചു. അപ്പൊ നബിനെ ഇത്തിബാ ചെയ്യാൻ വേണ്ടി ചെയ്തതാണെന്ന് അറിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് ചെരുപ്പിന്റെ താഴെ നജസ് വരെ മുഹമ്മദ് നബിക്ക് അറിയാൻ സാധിച്ചോ? പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ സാധിച്ചെന്ന് വരും. എങ്ങനെയെങ്കിലും മാസിനെ അല്ലെങ്കിൽ എന്തൊക്കെ നോക്കിയിട്ട് നിങ്ങളെ ചെരുപ്പിന്റെ അടിയുള്ള നജസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരും. പക്ഷെ മുഹമ്മദ് നബിക്ക് മനസ്സിലാക്കാൻ സാധിച്ചോ? അപ്പൊ ഒരിക്കലും ഇതൊക്കെ ചൂഷണം ചെയ്യാസോ. ഇതൊക്കെ നൂറുകണക്കിന് ചൂഷണം ചെയ്യാൻ ആരാണ് ചൂഷണം ചെയ്യുന്നത്? ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറ്റി സാധാരണക്കാരനായ നബി എന്ന് പോലും പറയാൻ പാടില്ല എന്ന് ലോകത്തിൽ ഇയാളല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. ഇയാളെപ്പറ്റി എന്താണെന്നറിയോ? എതിർപക്ഷത്തുള്ള മുജാഹിദ് പറയാം, ചേകന്നൂര് കഴിഞ്ഞിട്ട് രണ്ടാം ചേകന്നൂർ എന്ന് ഇയാൾ അറിയപ്പെടും. കാരണം ഇയാളോട് ഒരാൾ ചോദിച്ചു, ഇയാളെ ഫത്വകളൊക്കെ നല്ല തമാശയുള്ള ഫത്വകളാണ്. സാധാരണ മുസ്ലിം ലോകം വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, മനിയ് പുറപ്പെട്ടാൽ ജനാബത്തുണ്ടാവും, വലിയ ശുദ്ധിക്കാരനാണ്, കുളി നിർബന്ധമാണ്. ഇയാള് ഒരു പുസ്തകത്തിൽ എഴുതി വെക്കാണ്, കുറച്ച് മനിയ് പുറപ്പെട്ടാലൊന്നും ജനാബത്തുകാരനാവൂല, ഒരു അത്യാവശ്യം ഒരു ബൂത്തൊക്കെ തുടങ്ങുന്നത് പോലെ ഒരു 2 ലിറ്ററൊക്കെ പുറപ്പെട്ടാലേ ജനാബത്തുകാരനാവൂ. ഇയാളെ ഫത്വകളൊക്കെ ഭയങ്കര മനസ്സിൽ തോന്നുന്നു പറയും. വേറെ സ്ഥലത്ത് ഇയാളോട് ചോദിച്ചാൽ, അല്ല മൗലവി, കുത്തുപോകുന്ന സമയത്ത് കുറച്ച് ഔറത്ത് വെളിവായാൽ എന്ത് ചെയ്യണം? അപ്പൊ ഇയാള് പറയാം, അത് മൈൻഡ് ആക്കണ്ട, കാണുന്നവരൊക്കെ കണ്ടിട്ട് കുത്തുബൊക്കെ കഴിഞ്ഞിട്ട് ശരിയാക്കിയാൽ മതി. എന്താണ് ഇയാളെ താല്പര്യം? അങ്ങനെ ഇയാളെന്ന് പറഞ്ഞാൽ സംസം വെള്ളം നിറഞ്ഞ സാധനമില്ല എന്ന് പറഞ്ഞ ആളാണ് ഈ സലാം സുല്ലമി. അവരുടെ കൂടെയാണ് ഇപ്പോഴത്തെ ആളുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആ വിഷയത്തിലേക്കല്ല വരുന്ന. മൊത്തത്തിൽ ഇങ്ങനെ നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ ഇസ്ലാമിനെ രണ്ടാക്കി പ്രദർശിപ്പിച്ചത് ഈ വഹാബി പ്രസ്ഥാനമാണ്. ഇവര് വന്നതിന് ശേഷമാണ് നമ്മുടെ നാടിൽ പ്രശ്നമുണ്ടായത്, നമ്മുടെ മഹല്ലുകളിൽ ഭിന്നിപ്പുണ്ടായത്.
വളരെ വേദനയോടെ പറയട്ടെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ പോലും ആട്ടിൻ തോലണിഞ്ഞ ചെന്നായെ പോലെ ചോര കുടിക്കാൻ മുമ്പിലുണ്ടായിരുന്നത് വഹാബി നേതാക്കന്മാരായിരുന്നു. നമ്മളെ തമ്മിലടുപ്പിച്ചിട്ട് അവർ ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവർ തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വരേണ്ട പ്രസ്ഥാനമാണെന്ന് പറഞ്ഞവർ, സ്വർഗത്തിന്റെ വഴിയാണെന്ന് പറഞ്ഞവർ, നന്മയുടെ വഴിയാണെന്ന് പറഞ്ഞവർ ഇന്ന് പരസ്പരം അടിച്ചടിച്ചുകൊണ്ട് അവരെട്ടായി പിളർന്നിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ വെറുതെ പറയുന്നതല്ല. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് നമുക്ക് മറക്കാൻ പറ്റോ ഈ കെ ഹസൻ മുസ്ലിയാർ? അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. കേരളത്തിലുടനീളം ദീനീ ദഅവത്തിന് വേണ്ടി പ്രവർത്തിച്ച മഹാനാണ്. ഒരുപാട് വഅദ് പറഞ്ഞ മഹാനാണ്. സംവാദം നടത്തിയ മഹാനാണ്. അവിടുന്ന് വഫാത്താകാൻ കിടക്കുന്ന സമയത്ത് അവിടുത്തെ ചാരത്തേക്ക് ഒരു ലെറ്റർ അയച്ചുകൊണ്ട് ഹസൻ മുസ്ലിയാരെ, നിങ്ങൾ മുസ്ലിമാകണേ, നിങ്ങളിപ്പോൾ മുസ്ലിമല്ല. സാധാരണ എല്ലാവരും മരിക്കാൻ കിടക്കുന്ന സമയത്ത് എത്ര ദേഷ്യമുള്ളവരാണെങ്കിലും മരണത്തിന്റെ സമയത്ത് ഒന്ന് വന്നിട്ട് പൊരുത്തപ്പെടിയിപ്പിക്കുന്ന പണിയാ, സാന്ത്വനിപ്പിക്കുന്ന ജോലിയാ ചെയ്യാറ്. ഈ വൃത്തികെട്ട വഹാബി പുരോഹിതന്മാർ ഹസൻ മുസ്ലിയാരുടെ ചാരത്ത് ചെന്നിട്ട് മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത്, ഹസൻ മുസ്ലിയാരെ, നിങ്ങളുടെ ഈമാൻ പൂർണ്ണമല്ല, നിങ്ങൾ മുസ്ലിമാവണേ. നമ്മളെത്ര വേദനിച്ചു അതിന്റെ പേരിൽ. ബഹുമാനപ്പെട്ട കമറുൽ ഉലമാ കാന്തപുരം ഉസ്താദ്, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഇ കെ ഉസ്താദ്, ബഹുമാനപ്പെട്ട കെ വി കൂറ്റനാട് ഉസ്താദ്, ഈ 3 പണ്ഡിതന്മാരുടെ പേര് പറഞ്ഞിട്ട് അവര് മുശ്രിക്കുകളാണെന്ന് സൽസബീലിൽ എഴുതി വെച്ചതും ഈ വഹാബി മൗലവിമാരാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, കൊണ്ടോട്ടിയിൽ വന്നിട്ടൊരു മൗലവി പ്രസംഗിച്ചത് താജുൽ ഉലമയെ തള്ളിപ്പറയണമെന്നാ, കമറുൽ ഉലമയെ തള്ളിപ്പറയണമെന്നാ, ശംസുൽ ഉലമയെ തള്ളിപ്പറയണമെന്നാ. ആരാണ് താജുൽ ഉലമ? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇന്ന് പോയാലും രാത്രി 11 റക്അത്ത് വിത്ർ നിസ്കരിക്കുന്നവർ ചെറുപ്പമുള്ള നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ? നമ്മൾ മനസ്സറിഞ്ഞ് ആലോചിക്കണം. പ്രസംഗിക്കുന്ന ഞാനായാലും നിങ്ങളായാലും ആലോചിക്കണം. ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ പ്രയാസപ്പെടുന്നവരാ നമ്മള്. ആ നിലയ്ക്ക് ഉള്ളാളത്തേക്ക് പോയി നോക്കണേ. 11 റക്അത്ത് വിത്ർ നിസ്കരിക്കുന്ന 96 വയസ്സുള്ള പണ്ഡിതനാരാ? ലോകത്തിന് ഒരേ ഒരു ഉത്തരമുള്ളതാരാണ്? സയ്യിദുനാ താജുൽ ഉലമാ. അധികം ഞാൻ പറയുന്നില്ല. ഉള്ളാളത്തിന്റെ മട്ടുപ്പാവിലേക്ക് ചെന്നാൽ അവിടുത്തെ വൈകുന്നേരങ്ങളിൽ പുറത്തിരിട്ടിട്ടിരിക്കുന്ന കസേരയുടെ മുകളിലിരുന്നിട്ട് കാണാതെ അൻആം സൂറത്തോടുന്ന പണ്ഡിതനാരാ? ഖുൽ ഹുവല്ലാഹു അല്ലേ നമുക്കറിയൂ, ചെറിയ സൂറത്തല്ലേ അറിയൂ. 97 വയസ്സുള്ള വന്യ വയോധികനായ ആ പണ്ഡിതൻ ഇന്നും വൈകുന്നേരങ്ങളിൽ ആ ഉള്ളാളത്തിന്റെ റൂമിന്റെ പുറത്തിരുന്നിട്ട് അൻആം സൂറത്തോതുന്നു. എന്തിനധികം പറയണം? അല്പം 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഉള്ളാളത്തേക്ക് എന്റെ ഒന്നിച്ചു പഠിച്ചിരുന്ന ഫഹദുദ്ദീൻ അസ്കരി, ഉറുദവാടുന്ന ഫഹദ് എന്ന് പറയുന്ന സിദ്ദീഖ് വന്നപ്പോ തങ്ങൾക്ക് വല്ലാത്ത ക്ഷീണമാ ഉണ്ടായിരുന്നത്. വല്ലാത്ത ക്ഷീണം. ഖാദിമായ കരീമാജിയോട് പറഞ്ഞു, കരീമാജി, എനിക്കിന്ന് വല്ലാത്ത ക്ഷീണമാ. പുറത്തുനിന്ന് സംസാരത്തിന്റെ ശബ്ദം കേട്ടപ്പോ കരീമാജിയോട് താജുൽ ഉലമ ചോദിക്കുന്നു, ആരാ പുറത്ത്? കരീമാജി പറയുന്നു, ബുറുദ പാടുന്ന കുട്ടികളാ, അവരോടൊന്ന് വരാൻ പറയണേ. അതുവരെ വലിയ വലിയ പണക്കാര് വന്നിട്ട് തിരിച്ചയച്ച താജുൽ ഉലമ ബുറുദ പാടുന്ന കുട്ടികൾ വന്നെന്ന് പറഞ്ഞപ്പോ അകത്തേക്ക് വിളിക്കുന്നു. എന്നിട്ട് ഫഹദുദ്ദീൻ അസ്ഹരി അടക്കമുള്ള നമ്മുടെ മുതഅല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളുമായ പ്രവർത്തകരുടെ ചുറ്റുവട്ടത്തിരുന്നിട്ട് ബുറുദയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ അവിടുന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ
താജുൽ ഉലമാ ബുറുദ കഴിഞ്ഞിട്ട് ദുആ ചെയ്തിട്ട് പറയുന്നു, ഈ ബുറുദയെങ്ങാനും എനിക്ക് ഇന്ന് കേൾക്കാൻ സാധിച്ചില്ല എങ്കിൽ എന്റെ ക്ഷീണം മാറൂല. ഞാൻ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറഞ്ഞത്, ഈ തരത്തിൽ